അപ്പോൾ ഇന്ന് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിന്റെയും ലീനിയർ ഇനീക്വാളിറ്റീസിന്റെയും ഫോക്കസ് ഏരിയ എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നോട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാം ഒക്കെ മാറ്റി വെച്ചേക്കുവാണ്. പക്ഷേ സാധാരണ കാണുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എക്സാം മാറ്റിയാൽ നമ്മൾ പിന്നെയും മടിയന്മാരാവും, പിന്നത്തേക്ക് പഠിക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. പക്ഷെ നമ്മൾ അങ്ങനെ ആവരുത്. നമുക്ക് മാക്സിമം നമുക്ക് ഇപ്പോൾ കിട്ടിയ സമയം മാക്സിമം എഫിഷ്യൻസിയിൽ യൂസ് ചെയ്ത് നമുക്ക് ഇരുന്ന് പഠിക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ലീനിയർ ഇനീക്വാളിറ്റീസ് എല്ലാവരും റെഡി അല്ലേ? ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് നോക്കാം, അതിനുശേഷം ലീനിയർ ഇനീക്വാളിറ്റീസിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ എനി നമ്പർ ഓഫ് ദ ഫോം a plus ib where a and b are real numbers. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഇതും 2 + 3i അല്ലേ? 2 + 3i, ഇവിടെ എയും ബിയും 2ഉം 3ഉം റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. സോ എ ജനറൽ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ z is equal to a plus ib. ഓക്കെ, ഇതില് റിയൽ പാർട്ട് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് എയും ഇമാജിനറി പാർട്ട് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ബിയും ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ റിയൽ പാർട്ട് എന്താണ്? ഞാനിപ്പോ എഴുതിയിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിന്റെ പറയ് റിയൽ പാർട്ട് 2, ഇമാജിനറി പാർട്ട് 3i ആണോ? അല്ല, വെറും 3 മാത്രമേ ഉള്ളൂ. i കൂട്ടി എഴുതരുത്, 3 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതുന്നത്. ഇനി ഞാൻ വേറെ കോംപ്ലക്സ് നമ്പർ തരാം, നിങ്ങൾ അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇത് -5 + 6i. ഇതിന്റെ റിയൽ പാർട്ട് -5, ഇമാജിനറി പാർട്ട് 6. ഓക്കെ, ഇനി z is equal to 17. ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണോ അല്ലയോ? ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്, കാരണം 17 + 0 ആയി നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം ഇല്ലേ? a + ib ഫോർമാറ്റിലായില്ലേ? 17 0 രണ്ടും റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് പറയാം. ഇവിടുത്തെ റിയൽ പാർട്ട് എന്താണ്? റിയൽ പാർട്ട് 17, ഇമാജിനറി പാർട്ട് 0 ആണ്. അപ്പൊ ഇത്തരം കോംപ്ലക്സ് നമ്പേഴ്സ് വേർ യു ഹാവ് എ റിയൽ പാർട്ട് ബട്ട് ദ ഇമാജിനറി പാർട്ട് ഇസ് 0, അത്തരം കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ പ്രത്യേകം പേരിട്ട് വിളിക്കും പ്യുവർലി റിയൽ. ഇനി പ്യുവർലി ഇമാജിനറി ഉണ്ട്, നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലായിട്ടോ. പ്യുവർലി ഇമാജിനറി എന്ന് പറയുമ്പോൾ 0 + 15i, ഇവിടെ റിയൽ പാർട്ട് 0 ആയിരിക്കും, ഇമാജിനറി പാർട്ട് 15 ആണ്. അപ്പം ഇത്തരം കോംപ്ലക്സ് നമ്പർ നമ്മൾ വിളിക്കുന്നത് പ്യുവർലി ഇമാജിനറി. ഓക്കെ, ഇമാജിനറി. ഓക്കെ, സെറ്റ് അല്ലേ ഇത്രയും? ഓക്കെ, ഗ്രേറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ പവേഴ്സ് ഓഫ് ഐ ആണ്. ഐന്റെ പല പല പവേഴ്സിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വേരിയേഷൻസ് വരാൻ നോക്കാം. ഐന്റെ വാല്യൂ എന്താണ്? ഐന്റെ വാല്യൂ എന്താ? ഐന്റെ വാല്യൂ √(-1) അല്ലേ? അപ്പൊ ഐ സ്ക്വയർ എന്താണ്? ഐ സ്ക്വയർ 1 ആണ്, -1 ആണ്. കാരണം √(-1) എടുക്കുമ്പോൾ റൂട്ടും സ്ക്വയറും വെട്ടി പോയിട്ട് -1 മാത്രം. പിന്നെ i³ എന്താണ്? -i ആണ്. i⁴ 1 ആണ്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഐന്റെ പവറിൽ ഏത് നമ്പർ വന്നാലും നിങ്ങൾക്ക് അതിന്റെ വാല്യൂ എന്താന്ന് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറ്റും അല്ലേ? എങ്ങനെയാണത്? ഇപ്പം i⁴k, ഐന്റെ പവറിൽ 4ന്റെ ഏത് മൾട്ടിപ്പിൾ വന്നാലും അതിന്റെ വാല്യൂ വിൽ ബി 1. ഐന്റെ പവറിൽ 4k + 3 വന്നാൽ അതിന്റെ പവർ അതിന്റെ വാല്യൂ -i. ഐന്റെ പവറിൽ 4k + 2 വന്നാൽ അതിന്റെ വാല്യൂ ഇസ് -1. ഐന്റെ പവറിൽ 4k + 1 വന്നാൽ അതിന്റെ വാല്യൂ ഇസ് i itself. ഓക്കെ, സോ ഈ രണ്ട് സംഭവങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ഐന്റെ പവറിൽ ഏതൊക്കെ വന്നാലും സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ നോക്കാം? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് i⁴ 32. i⁴ 32 എന്താണ്?
I to the power 32 guys, I to the power 32. I to the power 32 എന്താണ് വേഗം പറയും? Yes, I to the power ആര്യം എന്താ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ I to the power 32 is 1. വെരി ഗുഡ്. കാരണം എന്താണ്? ഐന്റെ പവറിൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 32 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പം 4ന്റെ ഒരു മൾട്ടിപ്പിൾ വന്നാൽ ഒന്നും ആലോചിക്കാനില്ല, പെട്ടെന്ന് എഴുതിക്കോ, ഇറ്റ്സ് 1. What about I to the power 27? I to the power 27. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? I to the power 24 plus 3 എഴുതാം. I to the power 24 1 ആണ്, പിന്നെ 3 മാത്രമേ ഉള്ളൂ. So this becomes minus I. അല്ലേ? So what about I to the power 252? I to the power 252. സിമ്പിൾ ആണ്. 252 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം. 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ ലാസ്റ്റ് രണ്ട് നമ്പേഴ്സ് എടുക്കുക, 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂ 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പം 252 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ബിക്കോസ് 52 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ 1 എന്ന് എഴുതാം. ഓക്കെ, റെഡി അല്ലേ? എത്ര? ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ I to the power 71352911052. ടഫാണോ? I to the power ഇത്രയും വലിയ നമ്പർ? സിമ്പിൾ ആണ്. ലാസ്റ്റ് രണ്ട് നമ്പർ നിങ്ങൾക്ക് നോക്കിയാൽ 52 ആണ്, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. കണ്ണോട ചെയ്ത ദിസ് ഇസ് ഗോയിങ് ടു ബി 1. ഓക്കെ, യെസ്, 1 1 1 1. ഓക്കെ, ഇനി ഞാൻ ഒരു ട്വിസ്റ്റ് തരുവാണ്. I to the power minus 33 എന്താണ്? I to the power minus 33 or I to the power negative 33. I to the power negative 33 എന്ന് പറയുന്നത് 1 by I to the power 33 എന്ന് എഴുതാല്ലേ നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിനോമിനേറ്ററിൽ ഐന്റെ പവറിൽ ഒരു സംഭവം വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് 4ന്റെ നെക്സ്റ്റ് മൾട്ടിപ്പിളിലേക്കുള്ള ഒരു ജമ്പ് വേണം നമ്മൾ നടത്താൻ. അതായത് ഇവിടെ 33 4ന്റെ മൾട്ടിപ്പിൾ അല്ല, അപ്പൊ നെക്സ്റ്റ് ഹയർ മൾട്ടിപ്പിൾ ആയ 36 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ഒരു I ക്യൂബ് ചെയ്യണം അല്ലെ? അത്ര സീനുള്ളൂ. അതേപോലെ തന്നെ മേളിൽ ഇപ്പൊ നമ്മൾ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ചെയ്താൽ അത് തന്നെ മേളിലും ചെയ്യണം. സോ ഇൻറ്റു I ക്യൂബ്. സോ ദിസ് ബിക്കംസ് I ക്യൂബ് ബൈ I to the power 36. So what is I cube? I cube is negative I to the power 36 is 1. So the final answer is negative I. Okay? Okay. So I to the power minus 1 എന്താണ്? I to the power minus 1. I to the power minus 1 1 by എഴുതാം. ഇതിന് നമ്മൾ I to the power 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. So this becomes I cube by I to the power 4. ഇത് നമുക്ക് minus I എന്ന് എഴുതാം. So നിങ്ങൾ അതൊരു റിസൾട്ട് ആയിട്ട് പഠിച്ചു വെച്ചോട്ടോ. I to the power minus 1 will be minus I. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ആയിട്ട് ആവശ്യം വരും. മീൻസ് എക്സാം എഴുതുമ്പോൾ കണ്ണുടച്ച് നമുക്ക് എഴുതാൻ പറ്റും. I to the power minus 1 എഴുതാം, കണ്ടാലും അപ്പൊ തന്നെ minus I എഴുതിക്കോ. ഇനി അടുത്ത പോർഷൻ, ഇതാണ് മെയിൻ കോർ ഓഫ് ദി ടോപ്പിക്, ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓൾജിബ്രയിൽ നമുക്ക് വേണ്ടത് അഡിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. അഡിഷൻ എന്താ ഉള്ളത്? സിംപ്ലി രണ്ട് കോംപ്ലക്സ് നമ്പർ തരുവാന്നുണ്ടെങ്കിൽ റിയൽ പാർട്സ് ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്സ് ആഡ് ചെയ്യുക, ആൻസർ ചെയ്താൽ അത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ Z1 is equal to 2 plus 3i, Z2 is equal to 4 plus 9i. എങ്ങനെ ആഡ് ചെയ്യും നിങ്ങൾ? Z1 plus Z2 will be റിയൽ പാർട്സ് ആഡ് ചെയ്യുക which is 6 plus ഇമാജിനറി പാർട്സ് ആഡ് ചെയ്യുക, എത്രയാണ്? 12i അല്ലേ? So this is the answer for this question. Okay, ഇനി ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യാൻ സെയിം തിങ്, റിയൽ പാർട്സ് സബ്ട്രാക്ട് ചെയ്യുക, ഇമാജിനറി പാർട്സ് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, Z1 2 plus 3i, Z2 ഒരു 5 minus 7i. ഇതിന് രണ്ടിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? Z1 minus Z2 will be equal to 6 plus 12i. ഓക്കെ ഓക്കെ ഓക്കെ, യെസ് ഗൈസ്, കറക്റ്റ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. സ്പീഡാണോ? സ്പീഡ് ഓർക്കാലോ. ഇതെങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം? നമുക്ക് റിയൽ പാർട്ട് സബ്ട്രാക്ട് ചെയ്യാം, ഇമാജിനറി പാർട്ട് സബ്ട്രാക്ട് ചെയ്യാം. സോ റിയൽ പാർട്ട് സബ്ട്രാക്ട് ചെയ്യും. 2 minus 5 എത്രയാണ്? 2 minus 5, യെസ്, -3 plus
3 minus minus 7 ആയി. 3 minus minus 7 ആയി എത്രയാ? ഓ minus 3 plus 4 ആയി അല്ല. See 3 minus minus 7 ആയാണേ. അപ്പൊ 3 minus minus 7 എന്ന് പറയുമ്പോൾ 3 plus 7. So this becomes 10 ആയി. ഓക്കെ അല്ലേ? 2 plus 3 ആയും 5 minus 7 ആയും. So minus ഇവിടെ 2 minus 5 minus 3. ഓക്കെ, അതെല്ലാവരും കറക്റ്റ് ആണ്. അടുത്ത പോർഷൻ വരുമ്പോൾ see this becomes 3 minus minus 7. അപ്പൊ യെസ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഉത്തരം. ജയലക്ഷ്മി കറക്റ്റ് ആണ്. പ്ലസ് 10 ആയി. ഓക്കെ, minus 4 അല്ല പ്ലസ് 10 ആണ്. യെസ്, കറക്റ്റ്. അത് തന്നെ കറക്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനിൽ ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ചുമ്മാ റിയൽ പാർട്സും ഇമാജിനറി പാർട്സും മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ പോരാ. ഓക്കെ, റിയൽ പാർട്സും ഇമാജിനറി പാർട്സും മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ പോരാ. എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞുതരാം. Z1 is equal to 3 plus 4i, Z2 is equal to 2 plus 6i. ഓക്കെ, Z1 Z2 എത്രയാ? Z1 Z2 സ്പീഡ് കൂട്ടാനാണ് പറഞ്ഞത്, കൂട്ടാലോ. ഓക്കെ, so 3 plus 4i into 2 plus 6i എത്രയാ? 3 plus 4i into 2 plus 6i. സിമ്പിൾ അല്ലേ? ഡിസ്ട്രിബ്യൂഷൻ വരും അല്ലേ? ചുമ്മാ റിയൽ പാർട്സും ഇമാജിനറി പാർട്സും അല്ലേ ഇവിടുത്തെ ലോജിക്ക്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ 3 into 2 is 6 plus 3 into 6i is 18i plus 4i into 2 is what? 4i into 2. 8i plus 6 4s are 24i square. ഇത്രയും കിട്ടിയോ നിങ്ങൾക്ക്? So 6 plus 18i plus 8i 24 into I square is minus 24. കാരണം എന്താ? I square minus 1 ആണ്. So this becomes what? Minus 18 plus എത്രയാ? 18 plus 8 26i minus 18 plus 26i. ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? ഇനി ഒറ്റ കാര്യം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഞാൻ ഒരു കോംപ്ലക്സ് നമ്പർ Z വരുമെന്നുണ്ടെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അതായത് 1/Z ആയിരിക്കും. അഥവാ Z into 1/Z ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആൻസർ 1 കിട്ടുന്നത്. അപ്പം എന്ത് ചെയ്യുമ്പോഴാണ്, മീൻസ് Z into എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 1 കിട്ടുന്നത്? അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സോ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ഗിവ് യു A plus IB, അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ? 1/A plus IB ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിൾ ലോജിക്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഡിവിഷനിലേക്ക് കടക്കാം. ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കുന്നതിന് മുന്നേ രണ്ട് സിമ്പിൾ കാര്യങ്ങളും നിങ്ങൾ അറിയണം. കോൺജുഗേറ്റ് എന്താണെന്ന് അറിയണം. എന്താണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ്? ഞാൻ ഒരു എക്സാമ്പിൾ തരാം. 2 plus 3i ഇതിന്റെ കോൺജുഗേറ്റ് എന്താ? 2 plus 3i ന്റെ കോൺജുഗേറ്റ് 2 plus 3i ന്റെ കോൺജുഗേറ്റ് എന്താണ്? യെസ്, വെരി ഗുഡ് കൃഷ്ണപ്രിയ. 2 minus 3i ആണ്. ഇതിന്റെ കോൺജുഗേറ്റ് 2 minus 3i ആണ്. സോ ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാത്രം മാറ്റിയാൽ മതി. സോ വാട്ട് ഇഫ് ഐ ഗിവ് യു -5 plus 6i? -5 plus 6i ന്റെ കോൺജുഗേറ്റ് എന്താണ്? -5 plus 6i ന്റെ കോൺജുഗേറ്റ്. യെസ് ഗൈസ്, അതെല്ലാം കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നു. -5 plus 6i ന്റെ കോൺജുഗേറ്റ് എന്തോരും 2 minus 3i. കറക്റ്റ് ആണത്. Okay, so this becomes -5. എത്രയാണ് പറയൂ, നിങ്ങൾ പറയൂ. യെസ്, വെരി ഗുഡ്. -5 minus 6i. 5 minus 6i അല്ല, ഇടയ്ക്കെപ്പോ 5 minus 6i വന്ന് 5 minus 6i അല്ല, -5 minus 6i. ബിക്കോസ് നമ്മൾ ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാത്രമേ മാറ്റാവുള്ളൂ കോൺജുഗേറ്റ് പറയുമ്പോൾ. റിയൽ പാർട്ട് ഷുഡ് സ്റ്റേ ആസ് സച്ച്. ഓൺലി ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാത്രം റിവേഴ്സ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ അതാണ് കോൺജുഗേറ്റ്. ഇമാജിനറി പാർട്ടിന്റെ സൈൻ റിവേഴ്സ് ചെയ്യാം. ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് ഡിവിഷനിലേക്ക് പോവാം. ഓക്കെ, സോ ഇഫ് ഐ ഹാവ് 2 plus 3i into 2 minus 3i, രണ്ട് കോംപ്ലക്സ് നമ്പർ ഉണ്ട്. മീൻസ് ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ദിസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും അറിയോ? നിങ്ങൾക്ക് അറിയോ? സോ A plus IB into A minus IB. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ വാല്യൂ A square plus B square ആയിരിക്കും. ദറ്റ് ഈസ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ, ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ എഴുതിയിരിക്കുന്ന ഈ എക്സാമ്പിളിന്റെ ആൻസർ എന്തായിരിക്കും? 2 plus 3i into 2 minus 3i. വെരി ഗുഡ്. 2 square plus 3 square. ഓക്കെ,
2 square plus, very good, yes, 4 plus 9, which is 13. Okay, so that will be the answer. Okay guys, correct ആണ്. Okay. ഇനി അപ്പൊ okay. അപ്പൊ നമ്മള് കോൺജുഗേറ്റ് പഠിച്ച് കോൺജുഗേറ്റിന്റെ ആ സംഭവം, this is very important. Okay, as we move on നമുക്ക് ഇടക്കിടക്ക് അതിന്റെ ആവശ്യം വരും. Okay, yes, 13 correct ആണ് guys. ഇനി ഡിവൈഡ് എങ്ങനെയാണ് ചെയ്യണം നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. 2 plus 3i divided by 4 plus 6i. രണ്ട് കോംപ്ലക്സ് നമ്പർ ഉണ്ട്, ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെരി സിമ്പിൾ. സോ ഹിയർ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലോജിക് അല്ല, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട്, അത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിന്റെ, ലിസൺ വെരി കെയർഫുള്ളി, ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ്, ഇല്ല ഐ ഉണ്ടാവില്ല, ഐ പോവും. ഓക്കെ, നമ്മൾ ഈ കോൺജുഗേറ്റ് എടുക്കുമ്പോഴത്തേക്കും മീൻസ് കോൺജുഗേറ്റും കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ പോവും, ഐ ഉണ്ടാവില്ല. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, നിങ്ങൾ പതിയെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കോ, പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഐ അവിടെ ആ ഒരു ഐ ടേം ഉണ്ടാവില്ല. സോ ദാറ്റ്സ് ദ മാജിക്. ഓക്കെ, ഇനി നമുക്ക് ഡിവിഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. സോ 2 plus 3i divided by 4 plus 6i. ഓക്കെ, ഡിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ നോക്കുക, ഡിനോമിനേറ്റർ കോൺജുഗേറ്റ് വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ഷുഡ് ഡിവൈഡ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എന്താ? 4 minus 6i അല്ലേ, ഡിവൈഡഡ് ബൈ 4 minus 6i. ഇവിടുത്തെ ഡിനോമിനേറ്റർ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഫൈനൽ ആൻസർ ഡിനോമിനേറ്റർ നമുക്ക് കണ്ണുടച്ച് ചെയ്താൻ പറ്റും. എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ അതിന്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുവാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് 4 square plus 6 square വരും ഇല്ലേ. എ സ്ക്വയർ മൈനസ് അല്ല, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണേ, ഒന്ന് ശ്രദ്ധിക്കണേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ, ഡിനോമിനേറ്റേഴ്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും, പക്ഷെ ന്യൂമറേറ്റേഴ്സ് നമുക്ക് സെപ്പറേറ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യണം. സോ വാട്ട് ഇസ് 2 into 4? 2 into 4 is 8, and then you have 2 into minus 6i, which is minus 12i. Then we have plus 12i because 4 into 3i is 12i, and then you have minus 18i square. Okay അല്ലേ? ഇനി 8 minus 12i plus 12i cancel ആയി പോവും. minus 18 into i square. i square കണ്ടാ പിന്നെ നിങ്ങൾ i square ഒന്നും എഴുതത്തേ ചെയ്യരുത്, അപ്പൊ തന്നെ അതിനെ -1 ആക്കി മാറ്റിക്കോണം. സോ plus 18, so minus 18 into -1 വരുമ്പോൾ plus 18 വരും, divided by 4 square 16 plus 36. Okay, okay, so this becomes 26 divided by 52. Okay, this is actually 1/2. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, സിംപ്ലിഫൈ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഡിവൈഡ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഡിനോമിനേറ്റർ നോക്കുക, ഡിനോമിനേറ്ററെ കോൺജുഗേറ്റ് വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് എ സിമ്പിൾ ലോജിക്. യെസ്, 1/2. വെരി ഗുഡ് ഫാത്തിമ അനിത, വെരി ഗുഡ് ഗൈസ്. ഓക്കെ, യെസ്, ഓക്കെ. സോ ഇനി ഐഡന്റിറ്റീസ്, ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് മെയിൻ സംഭവങ്ങൾ മാത്രം മതി. അപ്പൊ നമുക്ക് കോൺസെപ്റ്റ്സ് കഴിഞ്ഞ് ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ആകെ ഫോക്കസ് ഏരിയയിൽ പറയുന്ന ടോപ്പിക്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം മീൻസ് കോൺസെപ്റ്റ് ഏകദേശം കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രം നമുക്ക് നോക്കിയിട്ട് പോവാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, യെസ്, 1/2 പവിത്ര, കറക്റ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. So minus 5 into 1/8i. So minus 5 into 1/8i എന്ന് പറയുമ്പോൾ minus 5 into 1/8 ചെയ്യാം, i into i ചെയ്യാം. Okay, so minus 5 into 1/8 എന്ന് പറയുമ്പോൾ that is simple, minus 5/8 into i into i is i square. Okay അല്ലേ? So minus 5/8 into i square is -1. So this becomes 5/8. It is a positive 5/8. Okay, 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 okay. Okay, so നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. സോ ഇത് -i into 2i into -1/8i cube. ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ചെയ്യാന്നുള്ള അങ്ങനെ നമുക്ക് ചെയ്യണ്ട, നമുക്ക് ജസ്റ്റ് ആദ്യം രണ്ടെണ്ണം ചെയ്യാം, എന്നിട്ട് അടുത്തയിലേക്ക് പോവാം. സോ -i into 2i, -i into 2i is -2i square അല്ലേ?
into minus 1 cube by 8 cube into I cube. Correct അല്ലേ? So what is minus 2 into I square? I square ഞാൻ പറഞ്ഞ I square നെ കണ്ട അപ്പ തന്നെ ചാടി minus 1 എഴുതിക്കോണം. So minus 2 into minus 1 is വെറും 2 into minus 1 cube is minus 1 itself and divided by 8 cube. What is 8 cube? പറ 8 cube എത്രയാ? 8 cube is 512. ഇത് രണ്ടും കൂടെ വെട്ടി പോയി എത്ര വരും? minus 1 divided by 256 വരും അല്ലേ? ഇവിടെ നമ്മൾ ഒരാളെ വിട്ട് ആരാണ്? ഈ I ക്യൂബ്. ഇത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇനി ഈ I ക്യൂബിന്റെ വാല്യൂ is minus 1, so into minus I. Okay, minus I. So this into minus I. So this becomes 1 by 256I. So this is the answer for this question. Yes, correct on. 1 by 256I വരും. Okay? Okay? ഒന്നുകൂടെ പറയണോ ഗ്രീഷ്മ? ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഞാൻ വായിക്കട്ടെ. ഓക്കെ, ആദ്യം ഇത് രണ്ടും ചെയ്യാം. മൈനസ് I into 2I എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് അവിടെ വെക്കാം, -2 അവിടെ വെക്കാം. I into I minus 1I into minus 1 into minus 1 cube divided by 8 cube into I cube. ഇത്ര ഓക്കെ അല്ലേ? Yes, A plus IB formula. Yes, very good. Okay, so this becomes 2 into minus 1 divided by 512 into minus I. ഇത് വെട്ടിപ്പോയി 256I. So this becomes 1 by 256I. So നമ്മുടെ ക്വസ്റ്റ്യൻ ഒരാൾ കണ്ടുപിടിച്ചു, ക്യൂൻ ഓഫ് ഹാർട്സ് കണ്ടുപിടിച്ചു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ A plus BI ഫോമിൽ എഴുതണം. A plus BI ഫോം. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇട്ടാ പോരാ, നമ്മൾ ഇതിനെ 0 plus 1 by 256I എന്ന് വേണം എഴുതാൻ, ആ ഒരു പെർഫെക്ഷന്. ഇവിടെയും അതുപോലെ തന്നെ 5 by 8 plus 0I എന്ന് എഴുതണം. ആ പെർഫെക്റ്റ് ആൻസർ അതാണ്. ഓക്കെ, ബിക്കോസ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് A plus IB ഫോം. ഓക്കെ, വേണ്ട എല്ലാം ബൈ ഹാർട്ട് ആക്കണ്ട കേട്ടോ. ജസ്റ്റ് എങ്ങനെയാ ചെയ്തു പോകണമെന്ന് മാത്രം ചെയ്താൽ മതി. Okay, so next question. So 5I into minus 3 by 5I. എന്ത് ചെയ്യും? ഇത് രണ്ടും അപ്പൊ തന്നെ വെട്ടിക്കളയാം. So I into minus 3. I into I is I square, which is equal to minus 1 into minus 3, and the answer is 3. 3 എഴുതിയാ പോരാ, 3 plus 0 I എഴുതണം ആ ഒരു പൂർണ്ണതയ്ക്ക്. ഓക്കെ ഓക്കെ, ഗ്രീഷ്മക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റെഡി അല്ലേ? യെസ് 3 ആണ്. 3 plus 0I. ഓക്കെ, ഗുഡ് ജോബ് ഗൈസ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. I to the power 9 plus I to the power 19. ഇവിടെയാണ് നമുക്ക് ഐന്റെ പവറിൽ എന്ത് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു സംഭവം പഠിച്ചതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. സോ I to the power 9, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? I to the power 8 ആണ്. പിന്നെ നമുക്ക് വെറും I മാത്രം കിട്ടും. I to the power 1 ആയിട്ട് കിട്ടും. സോ ദാറ്റ് ഇസ് വെറും I itself. പ്ലസ് I to the power 19 എന്താണ്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് I to the power 16 plus 3 എഴുതാം അല്ലേ? സോ ദിസ് ബിക്കംസ് minus I. സോ I plus minus I എന്താണ്? 0. യെസ്, വെരി ഗുഡ് ഗൈസ്. ഓക്കെ, സോ ഇനി I to the power negative 39. സി, അതൊരു നെഗറ്റീവ് പവർ വന്ന്. സോ വാട്ട് ഷുഡ് യു ഡു? I to the power 1 by I to the power 39 into I. So this becomes I to the power 40. Numerator verum I. So this becomes, in the denominator you will have I to the power 40 is 1, and in the numerator you just have I. So the answer is going to be I. Okay alle? So okay alle? Okay? Yeah, 0 plus I. Excellent. 0 plus I. Now, next question. ഇതില് നമുക്ക് ഇത് ചെയ്യാം ആദ്യം, എന്നിട്ട് ഓരോന്ന് ചെയ്ത് പോവാം കേട്ടോ. സോ 3 നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ 3 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 21 plus 21I plus 7I plus 7I square വരും. ഓക്കെ, സോ 21 plus 7 is 28I and 7 into I square കണ്ട അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇതിനപ്പം തന്നെ -1 ആയിക്കോണം. സോ ദിസ് ബിക്കംസ് -7. So 21 minus 7 is 14 plus 28I. അതാണ് ഇതിന്റെ ആൻസർ. So this is in A plus IB format. Okay?
സ്പീഡ് കുറക്കാമല്ലോ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് കുറക്കാം. സോ ഇത്രയും കിട്ടിയോ? യെസ്, 14 + 28 ആയി. വെരി ഗുഡ്, കറക്റ്റ്. Okay, yes, that's correct. Sure. Okay. So moving on to the next question. അടുത്ത question എങ്ങനെ ചെയ്യണ്ടേ? 2 + I divided by 1 + I into 1 - 2I. എന്ത് ചെയ്യണം? സ്പീഡെല്ലാം ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ നമ്മൾ ആദ്യം നമുക്ക് ഡിനോമിനേറ്ററിൽ സിംപ്ലിഫൈ ചെയ്യാം. സോ 1 + I into 1 - 2I. ഇതെന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അല്ലേ? സോ 1 - 2I + I - 2I². എന്റെ ഒപ്പം എഴുതി പോയിക്കോ നിങ്ങള്. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ. അതെ, ഡിനോമിനേറ്റർ ആദ്യം ചെയ്യണം. കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ന്യൂമറേറ്ററിൽ എന്താണ്? ന്യൂമറേറ്റർ അങ്ങനെ തന്നെ ഇതാ അല്ലേ? is equal to divided by ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി. സോ 1 - 2I + I എന്ത് വരും? -2I + I, അത് -I വരും. ഇനി -2 into I² കണ്ട അപ്പം -1 എഴുതിക്കോണം. സോ -2 into -1, അത് +2 ആണ്. ഓക്കെ, സോ ന്യൂമറേറ്ററിൽ 2 + I തന്നെയുണ്ട്. ഡിനോമിനേറ്ററിൽ 1 - I + 2. അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ അല്ലേ? ഡിവൈഡഡ് ബൈ 1 - I + 2 എന്ന് പറയുന്നത് 3 - I ആണ്. 3 - I അല്ലേ? 3 + അല്ല, 3 - I. കറക്റ്റ് പ്രദീപൻ. 3 - I, കറക്റ്റ്. ഇനി ഇത്ര എഴുതിയാൽ മതിയോ? ഇതാണോ നമ്മുടെ ആൻസർ? ഇതല്ല നമ്മുടെ ആൻസർ. നമുക്ക് വേണ്ടത് A+IB ഫോർമാറ്റിൽ വേണം നമ്മുടെ ആൻസർ കിട്ടാൻ. ഓക്കെ, A+IB ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പൊ എന്താ ചെയ്യണ്ടേ? 2 + I divided by 3 - I. ഇതൊരു പക്ക ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് മാറി. സോ ഇൻറ്റു കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 3 + I divided by 3 + I. ഡിനോമിനേറ്റർ കണ്ണും പൂട്ടി എഴുതിക്കോ. എന്തായിരിക്കും? കോംപ്ലക്സ് നമ്പർ, അതിന്റെ കോൺജുഗേറ്റ്. അപ്പൊ എന്ത് വരും? സോ ദാറ്റ് ബിക്കംസ് 3² + 1². സോ 9 + 1. യെസ്, കോൺജുഗേറ്റ് എടുക്കണം. വെരി ഗുഡ്, ദാറ്റ്സ് കറക്റ്റ്. സോ ഇനി നമുക്ക് ന്യൂമറേറ്റർ ശ്രദ്ധിക്കാം. യെസ്, ഇനി ന്യൂമറേറ്റർ 2 + I into 3 + I. അത് ചെയ്യും. 2 + I into 3 + I എന്ത് വരും? ഓക്കെ. സോ 2 + I into 3 + I വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 2 into 3 is 6. 6 + 2I + 3I + I² അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. 6 + 2I + 3I + I². So this becomes what? കുറെ പേര് ആൻസർ, കറക്റ്റ് ആൻസർ, ഫൈനൽ ആൻസർ കൊണ്ട് എത്തിയിട്ടുണ്ട്. യെസ്, ദാറ്റ്സ് കറക്റ്റ് ഫാത്തിമ നിദ. 1/2 + 1/2I. സോ 6, this is -1. അപ്പൊ നമുക്ക് 6ന് പകരം ഇനി എന്ത് എഴുതാൻ പറ്റും? 5 എഴുതാൻ പറ്റും. ബിക്കോസ് 6 - 1 + 5I divided by 10 which is equal to 1/2 + 1/2I. കുറെ ആൾക്കാർ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ടുണ്ട്. 7/10 അല്ല, 1/2 ആണ്. കറക്റ്റ്. യെസ് അശോകൻ, യു ആർ ഓൾസോ റൈറ്റ്. യെസ്, 5/10 + 5/10I ആണ്. നമുക്ക് അതിനെ ചുമ്മാ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തു വിടാം. 1/2 + 1/2 എന്ന് എഴുതാൻ പറ്റുമല്ലോ. യെസ്, ദാറ്റ്സ് കറക്റ്റ് മൊയ്തീൻ. യെസ്, മൂവിങ് ഓൺ. യെസ്, ഇനി നമുക്ക് ഇത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം ഇത് രണ്ടും ചെയ്യാം, പിന്നെ അപ്പുറത്തേക്ക് കിടക്കാം. ഓക്കെ, സോ 1/3 + 4 is 1 + 12/3. സോ ദിസ് ബിക്കംസ് 13/3 + 8/3I. ഇത് രണ്ടും ചെയ്യുമ്പോൾ ഇത്ര കിട്ടൂലേ? നോക്കിയേ. ഇല്ലേ? കിട്ടത്തില്ലേ?
പേപ്പർ മേനൊക്കെ എടുത്ത് ചെയ്യും. 13/3 പ്ലസ് 8/3 ആയി കിട്ടോ? ഞാൻ ചെയ്തത് കറക്റ്റ് ആണോ? വേഗം ചെയ്. യെസ്, 13/3 കിട്ടി. ഇനി 8/3 കൂടെ കിട്ടി. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, സോ minus 4/3 plus I. So this becomes plus 4/3 minus I. ഈ മൈനസ് പുറത്ത് കിടക്കുന്ന നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. Okay. So this becomes, ഇനി ഇത് റിയൽ പാർട്ട്, ഇത് റിയൽ പാർട്ട്. So that becomes 17/3 plus ബാക്കി എന്ത് വരും? 8 minus 3, that is 5/3I. This is in the form of A plus IB. 17/3 plus 5/3I. ഇപ്പൊ കിട്ടിയത് ഒന്നുകൂടെ പറയാനേ. ഏതാ പറയണ്ടേ? ഇതാണോ? ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടും കൂടെ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ 1/3 plus 4 ചെയ്യുമ്പോൾ നമുക്ക് 13/3 കിട്ടും. 7/3 plus 1/3 ചെയ്യുമ്പോൾ നമുക്ക് 8/3 കിട്ടും. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ്, ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ആവുന്നില്ല, ഇവിടെ നമുക്ക് സംഭവങ്ങളുണ്ട്. സോ പ്ലസ് 4/3 മൈനസ് I. അതെല്ലാം കൂടെ ഇവാലുവേറ്റ് ചെയ്യുക, ആൻസർ കിട്ടും. Okay, you guys want, okay, you want me to repeat? Sure. അപ്പൊ നമുക്കൊന്നും കൂടെ അതൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടെ ചെയ്യാം. 1/3 plus I 7/3 plus 4 plus I 1/3. Okay, somebody has got the answer, but still we'll repeat. Okay, we'll repeat. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ you can clarify now. So 1/3 plus 4, 1/3 plus 4 എന്ന് പറയുന്നത് 1/3 plus 12/3. So this becomes 13/3. Okay, so 13/3 plus, അപ്പൊ റിയൽ പാർട്സ് നമ്മൾ ആഡ് ചെയ്ത്. ഇനി 7/3 plus 1/3 ഉണ്ട് ഇല്ലേ? 7/3 I plus 1/3 I എന്ന് പറയുന്നത് 7/3 plus 1/3 8/3 ആണ്. So 8/3 I. ഇമാജിനറി പാർട്ടും കിട്ടി. ഇത്ര ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. ഓക്കെ, ഇത് ഓക്കെ ആണെങ്കിൽ പിന്നെ ഇവിടെ ഇതും കൂടെ ഉണ്ട്. സോ പ്ലസ് 4/3 മൈനസ് I. See, you have a negative sign here. You have to distribute it. Okay, you have to distribute it. അത് ചെയ്യാണ്ട് പോരുത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നെഗറ്റീവ് സൈൻ. അപ്പം എന്ത് പറ്റി? 13/3 plus 4/3, which is 17/3 plus what is 8/3 minus 1? 8/3 minus 1 is 5/3, and you have an I here. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, യെസ് മിസ്. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിക്കോ 3 plus I root 5 times 3 minus I root 5 divided by root 3 plus root 2I minus root 3 plus root 2I. വെട്ടിക്കളയാം. root 3 വെട്ടിക്കളയാം. ഇനി ന്യൂമറേറ്റർ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ് കണ്ണും പൂട്ടി എഴുതാൻ പറ്റും. A plus IB into A minus IB ഫോർമാറ്റിലാ. So that becomes 3 square plus root 5 square divided by, denominator എന്താ? root 2I plus root 2I is 2 root 2I. So 9 plus 5 divided by 2 root 2I, which is 14 by 2 root 2I, which is 14 ഉം 2 7 വെച്ച് കെട്ടിക്കളയാ, 7 by root 2I. Okay, 7 by root 2I. ഇതാണ് നമ്മുടെ ആൻസർ. ഇതല്ല നമ്മുടെ ആൻസർ, because we want it in the form of A plus IB. Okay, we want it in the form of A plus IB. So 1/I എന്താണെന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. 1/I ന്റെ വാല്യൂ എപ്പോഴും -I ആയിരിക്കും. 1/I is equal to -I, which is the result that you can understand or learn. 7 by root 2 into I minus I. So this is the answer for this question. Plus ഒരു 0 കൂടെ ഇട്ടോ. 0 plus കൂടെ ഇട്ടോ. A plus IB ഫോർമാറ്റിൽ വേണ്ടേ? 7 by root 2I ആണ്. അതിന് നമ്മൾ 1/I നെ മാറ്റി -I ആക്കി. Okay? Yes, that's correct. Okay, moving on. Other question. 5 minus root 3I divided by 4 plus 2 root 3I. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഓക്കെ ആണെങ്കിൽ
ഓക്കെ മിസ് മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? അപ്പം ഇതെങ്ങനെ ചെയ്യാം? ഓക്കെ 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 ഗൈസ്, പോവാം 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 പോവാം. ഓക്കെ, എല്ലാവർക്കും പോവാം. ഓക്കെ, സോ കം ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഇതെന്ത് ചെയ്യണം? ഇത് ഡിവിഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോൺജുഗേറ്റ് വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് ബിക്കംസ് 4 minus 2 root 3i divided by 4 minus 2 root 3i. കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ നമുക്ക് കണ്ണും കൂട്ടി എഴുതാൻ പറ്റും. എന്താണത്? a square plus b square അല്ലേ? സോ ദിസ് ബിക്കംസ് 4 square plus 2 root 3 square. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്, കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ് ചിന്നു ബാലചന്ദ്രൻ. ഓക്കെ, ഇനി ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ന്യൂമറേറ്ററിൽ നമുക്ക് ചെയ്യാൻ ന്യൂമറേറ്റർ, ലെറ്റ്സ് ഇവാലുവേറ്റ് ന്യൂമറേറ്റർ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 5 into 4 is 20 minus 5 into minus 2 root 3i is minus 10 root 3i. പിന്നെന്ത് വരും? minus 4 root 3i plus 2 into 3 i square. ഓക്കെ ഓക്കെ, യെസ്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ഡിനോമിനേറ്റർ സബ്ട്രാക്ട് ചെയ്യല, ആഡ് ചെയ്യണം. a square plus b square. a plus ib into a minus ib ചെയ്യുമ്പോൾ a square plus b square ആണ് വരുന്നത്. ഓക്കെ, യെസ്. ഇനി so what is 20 minus 10 root 3i minus 4 root 3i, and you have an i square here, so this becomes minus 6 divided by 16 plus 4 into 3, 4 3s are 12. ഇത്ര ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? So this becomes 20 minus 6. 20 minus 6 is 14 minus 14 root 3i divided by 28. Okay? Okay? So this becomes 1 by 2 minus root 3 by 2i. 14, 28 വെട്ടിക്കളയാം. Okay? So let's move on to the next question. So what is 5 minus 3i the whole cube? You have to express it in the form of a plus ib form. ചെയ്യാം. അപ്പൊ ഇതിന് നമുക്ക് ആദ്യം റിസൾട്ട് അറിയണോ അല്ലേ? a minus b the whole cube എന്താ? a minus b the whole cube a cube minus 3a square b plus 3ab square minus b cube. Okay? Okay? So a minus b the whole cube അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പം എന്താണ് 5 minus 3i the whole cube? a ഇവിടെ 5 ആണ്, b ഇവിടെ 3i ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ എന്ത് വരും? So this becomes 5 cube minus 3 into 5 square into 3i plus 3 into 5 into 3i square minus 3i the whole cube. അല്ലേ? അങ്ങനല്ലേ? And then, so what is 5 cube? 5 cube is 125 minus 25 into 9 is 225. പിന്നെ നമുക്കൊരു i ഉണ്ട്. Plus 5 into 3 into 9 is 135 into i square ഉണ്ട്. So this is not plus, this is going to be minus. കാരണം ഇവിടെ ഒരു i square വരും. i square വന്നാൽ അപ്പം -1 എഴുതണം. Okay. So this becomes 5 into 15. I mean 5 into 9. Okay, 5 into 9 into 3. Okay, so 135 വരും. പിന്നെ minus 27 into minus i. കാരണം i cube is minus i. So this is equal to 125 minus 225i minus 135 plus 27i. Final answer എന്താ? Final answer എന്താ? So 125 minus 135 is minus 10. What is minus 225 plus 27? What is minus 225 plus 27? Minus 198i. Okay, litre? Okay, le? Next, what is I to the power 18? I to the power 18.
I to the power 16 അറിയാം. So 16 plus 2 ആണ് 18. I to the power 16 is 1. So this becomes I square. I squareന്റെ വാല്യൂ എന്താ? -1 ആണ്. അപ്പോൾ ഓപ്ഷൻ 3. Okay? Okay? I to the power 18 എടുക്കാൻ I to the power 16 plus 2 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. I to the power 16 1 ആണ്. ബാക്കി നമുക്ക് I to the power 2 ഉള്ളൂ. I to the power 2 -1 ആണ്. അപ്പോൾ the final answer is -1. Yes, correct ആണ്. കുറേ പേര് ചെയ്തു. -1. അതെ, correct. Okay? Okay. So moving on, we have the next question. And ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് സെഷനിൽ വരും. ഓക്കെ, 1 + i ഡിവൈഡഡ് ബൈ 1 - i ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്ററിൽ ലൈവ് ഒക്കെ ഇൻഫോം ചെയ്യും. നിങ്ങളെ ഇൻഫോം ചെയ്തിട്ട് നമ്മൾ ലൈവ് ഇടുള്ളൂ, പേടിക്കണ്ട. ഓക്കെ, സോ 1 + i ഡിവൈഡഡ് ബൈ 1 - i വിൽ ബി, ഇതെന്താ ചെയ്യാൻ പറ്റുക? വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1 + i ഡിവൈഡഡ് ബൈ 1 + i നമ്മൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ബിക്കോസ് ദിസ് ഇസ് ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിവിഷൻ വരുമ്പം നമുക്ക് കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. യെസ്, കോൺജുഗേറ്റ് എടുക്കണം. യെസ്, കറക്റ്റ്. ഓക്കെ, കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന കുറെ പേര് പറഞ്ഞു. ഇനി കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? വാട്ട് വിൽ ബി ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? സിമ്പിൾ ആണേ, അതെ, സിമ്പിൾ. ഓക്കെ, സോ 1 - i into 1 + i will be, what is that? 1 + 1. ഡിനോമിനേറ്റർ നമുക്ക് പെട്ടെന്ന് എഴുതാം അല്ലേ? a + ib into a - ib is a square plus b square. ഇനി what is 1 + i into 1 + i? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോ. So 1 + i into 1 + i. So 1 + i plus I plus I square. അല്ലേ? So 1 plus I plus I plus I square is -1 divided by 2, which is equal to 1 ഉം 1 ഉം വെട്ടിപ്പോയി. So we just have I plus I. അത് 2i divided by 2. So ഇത് വെറും I ആണ്. Correct answer. ഫാത്തിമ നിദ again. വേറെ ആളും ഗോപിനാഥും പറഞ്ഞിട്ടുണ്ട്. So this is 0 plus I. I എഴുതിയാൽ പോരാ, 0 plus I എഴുതണം. Yes, correct. Solve of task. That's correct. പോവാം. I എഴുതിയാൽ പോരാ, 0 plus I ഒരു പെർഫെക്ഷന് വേണ്ടിട്ടാ. ഓക്കെ, സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തരാം. യെസ്, 0 plus I കുറെ വന്നിട്ടുണ്ട്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1 - i divided by 1 + i. ഇതിന്റെ നേരെ ഉൾട്ട. 1 + i divided by 1 - i നമ്മളിപ്പോ ചെയ്ത്. ഇനി 1 - i divided by 1 + i എന്ത് വരും? വീണ്ടും നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലൈ നോക്കിക്കോ കോൺജുഗേറ്റ് വെച്ചിട്ട്. എന്ത് വരും? ഫൈനൽ ആൻസർ എന്ത് വരും? 1 - i divided by 1 + i. Final answer will be, what is final answer? So ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് എഴുതാം 1 + 1 എഴുതാം അല്ലെ? a plus ib into a minus ib. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. it is a square plus b square. Okay, so 1 - i into 1 - i എന്ത് വരും? ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തോ. ഓക്കെ, എക്സാമിനുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം പറയുന്നുള്ളൂ. ഇത് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, ഉറപ്പാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫോക്കസ് ഏരിയന് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. യെസ്, 0 - i. വെരി ഗുഡ്. 0 - i. That's correct. 0 - i. So the final answer will be 0 - i. Okay. So this becomes 1 - i minus I square, which is +1. Okay. അങ്ങനെ നമുക്ക് അവസാനം 0 - i കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അപ്പം എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് റിസൾട്ടുകൾ നമ്മളിപ്പോൾ ചെയ്തത് 1 + i divided by 1 - i ഉം
1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐയും. ഇതിന്റെ രണ്ടിന്റെ റിസൾട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേട്ടോ, ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തെറ്റത്തില്ലല്ലോ. ഓക്കെ, സോ 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ഇസ് ഐ. 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ഇസ് മൈനസ് ഐ. ഇത് രണ്ടും. അപ്പം ന്യൂമറേറ്ററിൽ പ്ലസ് വന്നാൽ ഐ, ന്യൂമറേറ്ററിൽ നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് ഐ. ഓക്കെ, okay, yes, let's move on. Okay അല്ലേ? അടുത്ത question, which one of the following is the real part and imaginary part of the complex number? അപ്പൊ ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഒരു വലിയൊരു ഇത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഷോർട്ടൺ ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ആക്കിയിട്ട് അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതണം. ഓക്കെ, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതണം. അപ്പൊ തുടങ്ങിക്കോ, ഇതിനെ സിംപ്ലിഫൈ തുടങ്ങിക്കോ. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ മൈനസ് 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ. ആദ്യം നിങ്ങൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തോ, എന്നിട്ട് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാം. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 plus I divided by 1 minus I into 1 plus I by 1 plus I വരും അല്ലേ? So this becomes 1 plus 1. അല്ലേ, സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റത്തില്ലേ? യെസ്, കുറെ പേര് ഇപ്പൊ തന്നെ ആൻസർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, കറക്റ്റ് ആണ്. ബട്ട് ഐ വോണ്ട് ദി ആൻസേഴ്സ് ഓഫ് ദി അതേഴ്സ് ഓൾസോ, മീൻസ് എല്ലാവരും ചെയ്യും. സോ 1 plus I into 1 plus I എന്ത് വരും? 1 plus I plus I plus I square അല്ലേ? So ഇത് I സ്ക്വയറും I 1ഉം വെട്ടിപ്പോവും. So 2I divided by 2. Okay, 2I divided by 2. Correct അല്ലേ? അല്ലേ? So this becomes I. ഇനി ഇതിനെ സിംപ്ലിഫൈ തുടങ്ങിക്കോ. So 1 minus I by 1 plus I into 1 minus I by 1 minus I. So this becomes denominator 2, numerator 1 minus I plus I square. Okay, so this gets cancelled. Minus 2I by 2 which is equal to minus I. Okay, okay, ഇത്രയല്ലേ? നമ്മൾ രണ്ട് സെപ്പറേറ്റ് എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് ഇനി എന്താ ചെയ്യണ്ടേ? ഐ ഉണ്ട്, സോ ഇത് ഐ ആണ്, ഇത് ഐ ആന്ന് കിട്ടി, ഇത് ഐ ആന്ന് കിട്ടി, ഇത് മൈനസ് ഐ ആന്ന് കിട്ടി. സോ ദി ഫൈനൽ ആൻസർ ഇസ് ഐ മൈനസ് മൈനസ് ഐ. സോ ദിസ് ഇസ് 2i. I minus minus I becomes I plus I which is 2i. So 2i നെ നമ്മൾ a plus ib ഫോമാറ്റിൽ എഴുതുമ്പോൾ 0 plus 2i എഴുതാം, which means നിങ്ങളുടെ കുറെ പേർ ആൻസർ കറക്റ്റ് ആണ്. യെസ്, 0 plus 0 and 2 ആണ് അവിടുത്തെ ആൻസർ. വെരി ഗുഡ്. യെസ്, ലെറ്റ്സ് മൂവ് ഓൺ. പോളാർ റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇത് ആക്ച്വലി ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണ്, പക്ഷെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണം നിങ്ങളുടെ മോഡൽ എക്സാമിന് പോളാർ റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനെ മാർക്ക് മിസ് ചെയ്യണ്ട. വെരി സിമ്പിൾ, ഇറ്റ്സ് ജസ്റ്റ് കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ, വെരി സിമ്പിൾ ആണ്. ജസ്റ്റ് അതും കൂടെ നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, ബിക്കോസ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ പോളാർ റെപ്രസെന്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്ര നേരം നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്തത് ഒരു 3 plus 4 ആയിന്നോ 5 minus 6 ആയിന്നൊക്കെയാണ്. പക്ഷെ പോളാർ ഫോം വരുമ്പോഴത്തേക്കും z is equal to r of cos theta plus I sin theta. ഇങ്ങനെ എഴുതണം. പോളാർ ഫോമില് r of cos theta plus I sin theta എന്ന് വേണം എഴുതാൻ. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പോളാർ ഫോം റെപ്രസെന്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് സാധനങ്ങൾ കണ്ടുപിടിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും. ഈ ആറും തീറ്റയും എന്താന്ന് കണ്ടുപിടിച്ചാൽ തിങ്സ് ബിക്കം സിമ്പിൾ, റൈറ്റ്? സോ ആറും തീറ്റയും കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം നമ്മൾ ഇനി നടത്തേണ്ടത്. ഓക്കെ, എങ്ങനെ ആറും തീറ്റയും കണ്ടുപിടിക്കാം? നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം അല്ലേ? ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ തരാം. z is equal to 1 plus I. ഇറ്റ്സ് വെരി സിമ്പിൾ എക്സാമ്പിൾ ആണ്. z is equal to 1 plus I. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ r cos theta, ഈ z is equal to r cos theta plus I sin theta നമുക്ക് r അകത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ r cos theta plus I into r sin theta എന്ന് വരും. ഇത് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഓക്കെ,
ഓക്കെ. അപ്പം z is equal to നിങ്ങൾ റിവിഷനിൽ എല്ലാം പഠിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ? ഓക്കെ അല്ലേ നിങ്ങൾക്ക്? റിവിഷൻ ക്ലാസ് ആണേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ, സോ z is equal to r cos theta plus I r sin theta. ഇതിനെ നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്താൻ പറ്റും. വിച്ച് മീൻസ് റിയൽ പാർട്ട് ഇതും, ഇത് റിയൽ പാർട്ടും ഇത് ഇമാജിനറി പാർട്ടും അല്ലേ? കറക്റ്റ് അല്ലേ? സോ ആർ കോസ് തീറ്റ, ഇപ്പൊ ഈ ഒരു കോംപ്ലക്സ് നമ്പറിൽ, ഈ ഒരു എക്സാമ്പിളിൽ ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ പാർട്ടാണ്. അത് നമുക്ക് 1 എന്ന് എഴുതാൻ പറ്റും. ആർ സൈൻ തീറ്റ എന്താണ്? അതും 1 ആണ്. ബിക്കോസ് ഇവിടുത്തെ ഇമാജിനറി പാർട്ടും 1 ആണ്. ഓക്കെ, സോ ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ഓക്കെ ഓക്കെ, ഒന്നും പഠിച്ചിട്ടില്ലേ? സമയം കിട്ടിയില്ല നിങ്ങൾക്ക്? പഠിച്ചു തുടങ്ങിക്കോ. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 കിട്ടിക്കഴിഞ്ഞാൽ ആറും തീറ്റയും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ 1 സ്ക്വയർ ചെയ്യാ. 1 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 കിട്ടിയില്ലേ? 2ഉം സ്ക്വയർ ചെയ്യാം. ആർ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ആണ് ഞാൻ പറയുന്നത്. ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഓക്കെ അല്ലേ ഫോർ എവറിബഡി? ഓക്കെ, യെസ്. ഇനി 1 സ്ക്വയറും 2 സ്ക്വയറും നമ്മൾ ചെയ്ത്, മീൻസ് ഇക്വേഷൻ നമ്പർ 1ഉം സ്ക്വയർ ചെയ്ത് ഇക്വേഷൻ നമ്പർ 2ഉം സ്ക്വയർ ചെയ്ത്. ഇനി ഈ രണ്ട് കിട്ടിയ ഇക്വേഷൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഇക്വേഷൻ 1 സ്ക്വയറും ഇക്വേഷൻ 2 സ്ക്വയറും ആഡ് ചെയ്യാം. സോ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? ഓക്കെ, സോ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ആർ സ്ക്വയർ നമുക്ക് പുറത്തെടുക്കാം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അകത്ത് വരും. ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഇസ് 2. ഓക്കെ, ഓക്കെ, ഒന്നും കൂടെ പറയണമെന്നുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഒന്നുമില്ല, കോംപ്ലക്സ് നമ്പർ എടുക്കുക. റിയൽ പാർട്ട് ആർ കോസ് തീറ്റയാണ്, ഇമാജിനറി പാർട്ട് ആർ സൈൻ തീറ്റയാണ്. ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ. റിയൽ പാർട്ട് ആർ കോസ് തീറ്റ, ഇമാജിനറി പാർട്ട് ആർ സൈൻ തീറ്റ. ഇത് ഓരോന്നും നമ്മൾ ഓരോ ഇക്വേഷൻസ് ആക്കി എഴുതുക. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1ഉം സ്ക്വയർ ചെയ്യുക, ഇക്വേഷൻ നമ്പർ 2ഉം സ്ക്വയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ കിട്ടിയ രണ്ട് ഇക്വേഷൻസും നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ 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 ഓക്കെ, സോ വാട്ട് വിൽ ബി കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദിസ് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, അപ്പം ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഓക്കെ, സോ ആർ വിൽ ബി ഈക്വൽ ടു √2. നമ്മുടെ ആവശ്യം ആറും തീറ്റയായിരുന്നു. ഇതിൽ 6 സെറ്റായി. 6 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ്. ഇനി നമുക്ക് തീറ്റ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ഓക്കെ, ഇനീക്വാളിറ്റീസ് ഇപ്പൊ തന്നെ തുടങ്ങും, പേടിക്കണ്ട. ഇതിപ്പോ ഏകദേശം തീരാറായിട്ടുണ്ട്. ഓക്കെ, സോ 6 നമുക്ക് കിട്ടി. 6 കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞ സിമ്പിൾ ആണ്. 6 കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ആർ കോസ് തീറ്റ 1 ആണെന്ന് അറിയാം. സോ ആർ എന്താ? ആറിന്റെ വാല്യൂ എന്തായിരുന്നു? √2. ആർ കോസ് തീറ്റ 1 ആണെന്ന് അറിയാം, ആർ സൈൻ തീറ്റ 1 ആണെന്ന് അറിയാം. ഇതല്ലേ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ടത്? ആർ കോസ് തീറ്റ 1, ആർ സൈൻ തീറ്റയും 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഇവിടെ √2 കോസ് തീറ്റയാണ് 1, √2 സൈൻ തീറ്റയാണ് 1. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ 1/√2. സൈൻ തീറ്റ എന്താണ്? വീണ്ടും 1/√2. കോസ് തീറ്റയും 1/√2, സൈൻ തീറ്റയും 1/√2. തീറ്റന്റെ വാല്യൂ എന്താ? തീറ്റന്റെ വാല്യൂ എന്താ? 1/√2. 1/√2. തീറ്റന്റെ വാല്യൂ വിൽ ബി π/4 because cos π/4 sin π/4 ആണ് 1/√2. ഓക്കെ ഓക്കെ, സോ നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടി, തീറ്റന്റെ വാല്യൂ കിട്ടി. പരിപാടി കഴിഞ്ഞില്ലേ? സോ ആർ ഇസ് ഈക്വൽ ടു, ആർ അല്ലല്ലോ, നമുക്ക് z അല്ലേ വേണ്ട. z ഇസ് ഈക്വൽ ടു √2 cos π/4 പ്ലസ് I sin π/4. ഇതല്ലേ ഇതിന്റെ ആൻസർ?
പോളാർ ഫോമിൽ ആയില്ലേ? ആർ ഓഫ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റേനെ നമ്മൾ തീറ്റയും ആറും കണ്ടുപിടിച്ചിട്ട് പോളാർ ഫോമിൽ നല്ല വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പോളാർ ഫോം. ഓക്കെ, യെസ് 45, അതായത് π/4. യെസ്, എല്ലാവരും കറക്റ്റ് ആണ്. 45 45 45 45നെയാണ് നമ്മൾ റേഡിയൻസിൽ π/4 എഴുതുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇനി ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ തരാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോളാർ ഫോമിലാക്കാൻ. പോളാർ ഫോം നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് പോണേ. z is equal to ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ തരാം. 1 + √3i 1 + √3i അതിന്റെ പോളാർ ഫോമിൽ ഒന്നാക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞേ. വേഗം ചെയ്തോ ഇപ്പൊ തീരും നമ്മുടെ സമയം. വേഗം ചെയ്തോ. 1 + √3i പോളാർ ഫോമിലാക്ക. പോളാർ ഫോമിലാക്കുമ്പോൾ ഞാൻ പറഞ്ഞു z is equal to r of cos theta plus i sin theta. ഇതാണ് പോളാർ ഫോം. ഓക്കെ, പോളാർ ഫോമിലെ ആറും തീറ്റയും കണ്ടുപിടിച്ച പരിപാടി കഴിഞ്ഞ്. സോ നമ്മുടെ ഉദ്ദേശം ആറും തീറ്റയും കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം. ഓക്കെ, ആറും തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ r cos തീറ്റയാണ് 1, r cos തീറ്റയാണ് ഈ 1, r sin തീറ്റയാണ് ഈ കിടക്കുന്ന √3. ഓക്കെ, ഇതിനൊന്ന് സ്ക്വയർ ചെയ്ത് വിട്ടെ. r² cos² തീറ്റ എന്ത് വന്ന്? 1 വന്ന്, കാരണം 1² is 1. r² sin² തീറ്റ എന്ത് വന്ന്? √3² എന്ത് വന്ന്? 3. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ചുമ്മാ ഒന്ന് ആഡ് ചെയ്ത് വെച്ചേ. r² cos² തീറ്റ ഈക്വൽ ടു 1ഉം r² sin² തീറ്റ ഈക്വൽ ടു 3ഉം. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വരും. r² × cos² തീറ്റ പ്ലസ് sin² തീറ്റ is equal to 4. കറക്റ്റ് അല്ലേ? നിങ്ങൾക്കും കിട്ടിയില്ലേ? യെസ്, 60 ഡിഗ്രി. വെരി ഗുഡ് കാശിനാഥ്. അപ്പൊ r² × 1 is equal to 4. അപ്പൊ r² 4 ആണെങ്കിൽ r ന്റെ വാല്യൂ എന്തായിരിക്കും? നാച്ചുറലി സിമ്പിൾ r is equal to 2. r കിട്ടി, പകുതി പണി കഴിഞ്ഞു നമ്മുടെ. ഇനി ജസ്റ്റ് തീറ്റ മാത്രം. ഓക്കെ, തീറ്റ കണ്ടുപിടിക്കും. r cos തീറ്റ is equal to എത്ര നമുക്ക് കിട്ടിയ? 1ഉം r sin തീറ്റ is equal to √3 നമുക്ക് കിട്ടിയത്. ഇതിൽ r ന്റെ വാല്യൂ നമുക്ക് കിട്ടി 2 cos തീറ്റ is equal to 1, 2 sin തീറ്റ ഈക്വൽ ടു √3. അങ്ങനെയാണെങ്കിൽ cos തീറ്റ, വെറും cos തീറ്റ എന്താണ്? 1/2. sin തീറ്റ എന്താണ്? √3/2. sin തീറ്റ √3/2, cos തീറ്റ 1/2. ഏതാണ് ആ തീറ്റ? യെസ്, വെരി ഗുഡ്. ഇറ്റ്സ് π/3 or 60 ഡിഗ്രി. സോ ആറും കിട്ടി, തീറ്റയും കിട്ടി. തീർന്നില്ലേ? z is equal to r of cos theta plus i sin theta ആണ്. സോ r is equal to 2 നമുക്ക് നേരത്തെ കിട്ടി. theta is equal to π/3 നമുക്ക് ഇപ്പൊ കിട്ടി. സോ π/3 plus i sin π/3. തീർന്നില്ലേ? ദിസ് ഇസ് ദി ആൻസർ ഗൈസ്. ഇത് ഇത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, പോളാർ ഫോം ഫോക്കസ് ഏരിയയിൽ ഇല്ല റിഫ്ന, പക്ഷേ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോളാർ ഫോമിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് വൈ ഐ തോട്ട് ഓഫ് ഡിസ്കസിങ് ദാറ്റ് ടു, ബിക്കോസ് നമുക്കൊന്നും മിസ്സാക്കരുതല്ലോ. ആ ഒരു മാർക്ക് നിങ്ങൾക്ക് പോകരുത്. 1 മാർക്കോ 2 മാർക്കോ. ഓക്കെ, സിമ്പിൾ കാര്യങ്ങളാണ്, ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി പോകാം, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ഓൺ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു കോംപ്ലക്സ് നമ്പർ മാത്രമല്ല ലീനിയർ ഇനീക്വാളിറ്റീസും കൂടെ നമ്മൾ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തീരും, കുറച്ചും കൂടെ ഉള്ളൂ. സോ ലീനിയർ ഇനീക്വാളിറ്റീസിൽ ജസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് മാത്രം, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് മാത്രം. ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് വെറും ഒരു ടോപ്പിക് ഉള്ളൂ, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 2 വേരിയബിൾസ്, വിച്ച് മീൻസ് നിങ്ങൾക്ക് 1 വേരിയബിളിന്റെ കേസില്ല, ഓൾജിബ്രക്കിന്റെ കേസില്ല, ജസ്റ്റ് ഗ്രാഫിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി.
ഗ്രാഫിക്കൽ സൊല്യൂഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി, അതും 2 വേരിയബിൾസിന്റെ മാത്രം. So things is really easy guys, trust me. Okay, so just graphical solution മാത്രമേ ഉള്ളൂ, അതും 2 വേരിയബിൾസിന്റെ. ഓക്കെ, അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം മനസ്സിലാക്കി പോയാൽ ആ പോർഷൻ സെറ്റ് ആയി. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രാഫിക്കൽ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കണം നോക്കാം. കുറെ പേര് ഇനീക്വാളിറ്റീസ് വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു, അപ്പം അവരൊക്കെ കയറി വായോ. യെസ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇനീക്വാളിറ്റീസ്. ഓക്കെ, സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനീക്വാളിറ്റീസ് ഇൻ 2 വേരിയബിൾസ്. നമുക്ക് ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് തുടങ്ങാം. ജസ്റ്റ് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, അത് ചെയ്ത് പോവാം. ഓക്കെ മാം, തുടങ്ങാം. യെസ്, തുടങ്ങാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയോ? ഗ്രാഫിക്കൽ സൊല്യൂഷൻ മാത്രം മതി, ഓൾജിബ്രിക് വേണ്ട. ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഇക്വാളിറ്റി സോൾവ് ചെയ്യണം. സിമ്പിൾ അല്ലേ? ഇനീക്വാളിറ്റി സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇക്വാളിറ്റി സോൾവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇനീക്വാളിറ്റിനെ പറ്റി അന്വേഷിക്കാം. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ, ഓക്കെ, സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് ഗ്രാഫിക്കൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഗ്രാഫിക്കലി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീക്വാളിറ്റീസ് ഗ്രാഫിൽ പോയി റെപ്രസെന്റ് ചെയ്യുക, ഗ്രാഫിൽ പോയി വരച്ച് ഏതാണ് ആ പോർഷൻ മാത്രം ഷെയ്ഡ് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ ഗ്രാഫിക്കൽ സൊല്യൂഷൻ. ഓക്കെ, ജസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഏകദേശം സെറ്റ് ആവും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ സൈഡിൽ കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? അതിൽ നിന്ന് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എന്താണത്? ഏത് ക്വാഡ്രന്റ് ആണത്? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതൊരു ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രന്റ് നിങ്ങൾക്ക് വരത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിലുള്ള വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വാഡ്രന്റ് മാത്രം വരച്ചാൽ മതി, ഇങ്ങനെ വരച്ചു വിട്ടാൽ മതി. എല്ലാ ക്വാഡ്രന്റും ഇതാക്കി യെസ്, വെരി ഗുഡ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. യെസ്, ഫസ്റ്റ് ക്വാഡ്രന്റ്, വെരി ഗുഡ് ഗൈസ്. അപ്പൊ അത്രയും വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളത് നോക്കാൻ പോവാം. ഇത് 2 ഇനീക്വാളിറ്റീസ് വേറെ ഉണ്ട്, അപ്പൊ അത് നോക്കാം. ഓക്കെ, സോ എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. എക്സ് പ്ലസ്, ഓ മൈ ഗോഷ്. ഓക്കെ, സോ എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഞാൻ പറഞ്ഞത് ഒരു ഇനീക്വാളിറ്റി ആണ്, പക്ഷെ ഇനീക്വാളിറ്റിക്ക് മുമ്പ് നമ്മൾ ആദ്യം ഇക്വാളിറ്റി സോൾവ് ചെയ്യും, എന്നിട്ട് ഇനീക്വാളിറ്റിയിലേക്ക് പോവാം. സോ ഇക്വാളിറ്റി വരുമ്പം എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8. ഓക്കെ, ഇതൊന്ന് ഗ്രാഫിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് സ്ട്രെയിറ്റ് ലൈനിലേക്ക് പോവാം. പേരൊക്കെ ഇന്റർസെപ്റ്റ് എന്നൊക്കെ ആണെങ്കിലും സിമ്പിൾ സംഭവങ്ങളാണ്. അതാണ് ഷോർട്ട് കട്ട്, ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡ് ഓർ ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 എന്ന് പറയുമ്പോൾ ഇന്റർസെപ്റ്റ് ഫോം ഇസ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു 1. ഇതാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇന്റർസെപ്റ്റ് ഫോം. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇന്റർസെപ്റ്റ് ഫോം എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി. കുറച്ച് പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർ ശ്രദ്ധിക്കുക. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1 ആണ് ഇന്റർസെപ്റ്റ് ഫോം. ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്രാഫ് വരച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറയുന്നത്. ഓക്കെ, സോ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇനി നമ്മുടെ ഇക്വേഷൻ പക്ഷേ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 ആണ്. ഈ ഒരു ഇക്വേഷനെ ഒരു ഇന്റർസെപ്റ്റ് ഫോമിലുള്ള ഇക്വേഷൻ ആക്കി മാറ്റുക. വലിയ പണിയുള്ള കാര്യമല്ല, സിമ്പിൾ ആണ്. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഇവിടെ അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 കിട്ടണം. യെസ്, വെരി ഗുഡ് അജാസ്. നമുക്ക് ഹോൾ ഡിവൈഡഡ് ബൈ 8. സോ എക്സ് ബൈ 8 പ്ലസ് 2y ബൈ 8 ഇസ് ഈക്വൽ ടു 8 ബൈ 8. ഓക്കെ, സോ എക്സ് ബൈ 8 പ്ലസ് വൈ ബൈ 4 ഈക്വൽ ടു 1 എന്ന് വന്നില്ലേ? ഇന്റർസെപ്റ്റ് ഫോം ആയില്ലേ? ഓക്കെ, ഇന്റർസെപ്റ്റ് ഫോമിൽ മാറ്റാനുള്ള ഒരു ഉപയോഗം ഓർ പ്രത്യേകത ഓർ എന്താ പറയാ, അതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാല് ഈ എ ആണ് എക്സ് ഇന്റർസെപ്റ്റ്, ഈ ബി ആണ് വൈ ഇന്റർസെപ്റ്റ്. ഓക്കെ, എ ആണ് എക്സ് ഇന്റർസെപ്റ്റ്, ബി വൈ ഇന്റർസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഒരു ഫോമിലേക്ക് നിങ്ങൾ ഇക്വേഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഗ്രാഫ് സിമ്പിൾ ആയിട്ട് വരച്ചെടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ
ഈ എക്സ് ഇന്റർസെപ്റ്റ് 8 ഇല്ലേ, അത് നമുക്ക് ആ പോയിന്റ് പ്ലോട്ട് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി 8 0. ഓക്കെ, അത് എക്സ് ഇന്റർസെപ്റ്റ് ആണ്. എക്സ് ആക്സിസിൽ അവിടെ 8ന്റെ അവിടെ കൊണ്ടുപോയി വരക്കാം. പിന്നെ വൈ ഇന്റർസെപ്റ്റ് 4 ഇല്ലേ, അതും നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇതായിരിക്കും ഒരു 0 4. സോ എക്സ് ഇന്റർസെപ്റ്റ് എക്സിൽ വരക്കാം, വൈ ഇന്റർസെപ്റ്റ് വൈ ആക്സിസിൽ വരക്കാം. ഓക്കെ, ഈ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ലൈൻ അങ്ങ് പ്ലോട്ട് ചെയ്ത് പോവാം. അപ്പൊ ആ ഹോൾ ഇക്വേഷന്റെ ഗ്രാഫ് ദേ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇവിടെയാണ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ ഇക്വേഷന്റെ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഇക്വേഷന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തത്, നമുക്ക് വേണ്ടത് ഇക്വേഷന്റെ ഗ്രാഫ് അല്ല, നമുക്ക് വേണ്ടത് ഇനീക്വാളിറ്റിന്റെ ഗ്രാഫാണ്. അപ്പൊ ഈ ഇക്വേഷന്റെ ഗ്രാഫിന്ന് എങ്ങനെ ഇനീക്വാളിറ്റിന്റെ ഗ്രാഫിലേക്ക് പോകും എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ജസ്റ്റ് ഒറിജിൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒറിജിൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. സോ 0, നമുക്ക് വേണ്ടത് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 അല്ല, എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒറിജിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സും 0 വൈയും 0. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. 0 പ്ലസ് 2 ഇൻറ്റു 0 0 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. which means നമ്മളുടെ ഗ്രാഫ് ഒറിജിനെയും കൊണ്ടേ പോകുന്ന, അതായത് ഒറിജിനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനായിരിക്കും നമ്മുടെ ഗ്രാഫ്. ഈ പോർഷൻ അല്ല, അതാണ് അതിന്റെ ഇൻഫറൻസ്. ഓക്കെ, താഴോട്ട് വരും, ഒറിജിനുള്ള ഭാഗത്തേക്ക് വരും. ബിക്കോസ് 0 നമ്മൾ ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ആ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഒരു ഇനീക്വാളിറ്റി വരച്ച് കഴിഞ്ഞ്, ഒരു ഇനീക്വാളിറ്റി നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞ്, ഇനി ഒരൊറ്റ ഇനീക്വാളിറ്റിയും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, ഇറ്റ്സ് ട്രൂ, യെസ്, സെയിം സൈഡ് ഓഫ് ഒറിജിൻ. സോ ലെറ്റ്സ് ഗോ അഹെഡ് ആൻഡ് ഗോ ഫോർ ദ നെക്സ്റ്റ് ഇനീക്വാളിറ്റി. അടുത്ത ഇനീക്വാളിറ്റിനെ അതിന് വേണ്ടി പോവാം. സോ 2x പ്ലസ് ആ ഇനീക്വാളിറ്റി ഞാനൊന്ന് എഴുതട്ടെ ആദ്യം. ഓക്കെ, ആ ഇനീക്വാളിറ്റി 2x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. തൽക്കാലം നമുക്ക് ഈക്വൽ ടു 8 കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് ലെസ് ദാൻ, ഞാൻ പറയില്ലേ ഇക്വാളിറ്റി കണ്ടുപിടിച്ചിട്ട് ഇനീക്വാളിറ്റിയിലേക്ക് പോയാൽ മതി. ഓക്കെ, സോ ഇക്വാളിറ്റി കണ്ടുപിടിക്കാം. ഇതിനെയും നമുക്ക് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാം. ഓക്കെ, സോ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ വീണ്ടും എന്ത് ചെയ്യണം? അഗൈൻ ഹോൾ ഡിവൈഡഡ് ബൈ 8 അല്ലേ? അഗൈൻ നമുക്ക് ഫുൾ 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ ദിസ് ഡിവൈഡഡ് ബൈ 8, ദിസ് ഡിവൈഡഡ് ബൈ 8, ദിസ് ഡിവൈഡഡ് ബൈ 8. ഇങ്ങനെ ഡിവൈഡ് ചെയ്താല് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് 1 കിട്ടും, ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഇന്റർസെപ്റ്റ് ഫോമിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഗ്രാഫിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ x by 4 plus y by 8 is equal to 1. ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെയായി മാറും. x by 4 plus y by 8 equal to 1. അപ്പൊ ഞാൻ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഈ ഒരു ഫോമിലേക്കാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ things are really simple. Because ഇത് x intercept ആയി, ഇതായിരിക്കും അവിടുത്തെ y intercept. ഓക്കെ, എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും 2 പോയിന്റ്സ് കിട്ടിയാൽ സിമ്പിൾ ആയിട്ട് ലൈൻ അങ്ങ് വരച്ചു വെക്കാൻ പറ്റും. ഓക്കെ, സോ എക്സ് ഇന്റർസെപ്റ്റ് ഇസ് 4. ദാറ്റ് മീൻസ് നമുക്ക് ആ പോയിന്റ് പ്ലോട്ട് ചെയ്യാം. ഇത് 4 0 എന്ന് പറഞ്ഞ പോയിന്റ് ചുമ്മാ പ്ലോട്ട് ചെയ്താൽ മതി. നിങ്ങൾ അളന്ന് വരക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് പ്ലോട്ട് ചെയ്യുക, ലൈൻ വരക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു അപ്രോക്സിമേറ്റ്ലി. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്താണ്? y ഇന്റർസെപ്റ്റ് ഇസ് 8. സോ y ഇന്റർസെപ്റ്റ് 8 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയി പോയിന്റ് ഇടുക 0 8. ഓക്കെ, നമ്മൾ 2 പോയിന്റ്സും അതായത് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ആ ഗ്രാഫും കൂടെ വരക്കണം. അപ്പം ഗ്രാഫ് വരക്കുമ്പോൾ എന്ത് വരും നോക്കാം. ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടി നമുക്ക്. ഓക്കെ, സോ ഇക്വാളിറ്റി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞ് ആ സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇക്വാളിറ്റി അതായത് ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് ഇനി നമുക്ക് ഏത് റീജിയൻ വരെ നോക്കാം, അപ്പോഴാണല്ലോ ഇനീക്വാളിറ്റി വരത്തുള്ളൂ. അപ്പൊ റീജിയൻ ഏത് വരെ നോക്കാം. നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ
ഒറിജിൻ വരും. ഒറിജിനാണ് നമ്മുടെ ഒറിജിനാണ് നമ്മൾ നോക്കുന്നത്. ഒറിജിൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കോ. സോ ഇക്വേഷൻ ഇസ് 2x plus y. 2 ഇവിടെ തന്നെ ഇതുവാണേ. 2x plus y less than or equal to 8 ആണ് നമ്മുടെ ഇനീക്വാളിറ്റി. ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. 0 plus 0 less than or equal to 8. 0 less than or equal to 8. കറക്റ്റ് അല്ലേ? 0 less than or equal to 8 ആണല്ലോ. അപ്പൊ നമുക്ക് പറയാം ഈ ഗ്രാഫിൽ, നമ്മളിപ്പോ വരച്ച ഗ്രാഫില് ഒറിജിനും കൂടെ ഇൻക്ലൂഡ് ആവുന്ന പോർഷൻ ആണ് നമുക്ക് വേണ്ടത്. അതാണ് ഇവിടുത്തെ ഇനീക്വാളിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഇങ്ങോട്ട് വരും അല്ലേ? ദാറ്റ് മീൻസ് ദിസ് പോർഷൻ. ഓക്കെ 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 സോ അപ്പം ഫസ്റ്റ് ഗ്രാഫില് ഒറിജിന്റെ പോർഷൻ, സെക്കൻഡ് ഗ്രാഫിലും ഒറിജിന്റെ പോർഷൻ. ദാറ്റ് മീൻസ് when you're finding the solution നമുക്ക് ആ കോമൺ പോർഷൻ ആണ് വേണ്ടത്. അപ്പൊ കിട്ടിയ എല്ലാ പോർഷനിൽ നിന്നും കോമൺ ആയിട്ടുള്ളത് നമുക്ക് ഷെയ്ഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ വരുന്ന കോമൺ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഇതല്ല എല്ലാവർക്കും കിട്ടിയ സൊല്യൂഷൻ, ഗ്രാഫിക്കൽ സൊല്യൂഷൻ. ഓക്കെ യെസ്. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ജസ്റ്റ് ഇനീക്വാളിറ്റീസ് കുറെ തരുവാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇനീക്വാളിറ്റിയിൽ നിന്ന് ഇക്വാളിറ്റി അല്ലെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക. ആ ലൈൻ വരച്ചു വെക്കുക, ഇക്വേഷന്റെ ലൈൻ വരച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് ഇനീക്വാളിറ്റി വരുമ്പം ഏത് പോർഷൻ വരുന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഗ്രാഫ് എന്നിട്ട് എക്സാമിന് ഇക്വേഷൻ എഴുതാൻ പറയും ഹനോയ് പറയും. അതാണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവർക്കും കിട്ടിയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഈ ഒരു ഗ്രാഫിക്കൽ സൊല്യൂഷൻ, ഈ ഒരു മെത്തേഡാണ് ഏറ്റവും മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സെക്കൻഡ് മെത്തേഡ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്, പക്ഷേ ദിസ് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി ഒരു പ്രാവശ്യമെങ്കിലും വരച്ച് പഠിച്ചിട്ട് എക്സാം ഹോളിൽ പോണേ. ഓക്കെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ ഹനോയ് പറഞ്ഞ കേസ്, അതായത് ജസ്റ്റ് തിരിച്ചിട്ടാൽ എന്ത് വരുന്നുള്ളത് നോക്കാം. അതായത് ഗ്രാഫ് വന്നിട്ട് ഇക്വേഷനിലേക്ക് എത്താൻ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. നിങ്ങൾ എല്ലാവരും ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതല്ല ഇത് ക്ലിയർ അല്ലേ? ഈ പോർഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, ഗ്രാഫിക്കൽ സൊല്യൂഷൻ ആണ്. ഇൻ 2 വേരിയബിൾസ് എക്സും വൈയും ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ വരക്കുക, ഇനീക്വാളിറ്റി പോർഷൻ മാർക്ക് ചെയ്യുക, പരിപാടി തീർന്നു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ കുറെ ഓക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഓൺ ടു ദ നെക്സ്റ്റ് പോർഷൻ. ഇവിടെ ഞാൻ പറഞ്ഞ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒന്ന് ഇക്വേഷൻസ്, ഇനീക്വാളിറ്റീസ് എന്ന് നമ്മൾ ഗ്രാഫ് വരക്കുന്നു. ഇത് നേരെ തിരിച്ച് റിവേഴ്സ്, ഗ്രാഫ് വന്നിട്ട് ഇനീക്വാളിറ്റീസ് വരക്കുന്നു. ഓക്കെ ആണ് മാം? ഓക്കെ എങ്കിൽ നമുക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പം ഇതാണ് നമുക്ക് നിൽക്കുന്ന ഗ്രാഫ്. ഇതിൽ നിന്ന് നമ്മൾ ഇനീക്വാളിറ്റിയിലേക്ക്, അതായത് ആ നമ്മൾ കണ്ടുപിടിച്ച മറ്റേ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഈക്വൽ ടു 0 ആ ഇനീക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഓരോ ലൈൻ എടുക്കുക. നമുക്കിവിടെ 3 ലൈൻ തന്നിട്ടുണ്ട്. ഓരോ ലൈൻ എടുക്കുക, അതിന്റെ ഇക്വേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഗൈസ് ഗോ അഹെഡ്, ടേക്ക് ഈച്ച് ലൈൻ, ഓരോ ലൈൻ കൊടുക്കുക, അതിന്റെ ഇക്വാളിറ്റി അല്ലെങ്കിൽ ഇക്വേഷൻ എന്ത് വരും നോക്കാം. റെഡി അല്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ 2 കാര്യം അപ്പൊ തന്നെ എഴുതാം. എന്താണതൊക്കെ? അപ്പൊ തന്നെ എന്ത് ചെയ്താൻ പറ്റും? ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇതും സിമ്പിൾ ആണ്. ജസ്റ്റ് ഈ ഗ്രാഫിൽ നിന്ന് ഇനീക്വാളിറ്റിയിലേക്ക് എത്തുക. സിമ്പിൾ ആണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വിട്ടാൽ മതി. സിമ്പിൾ ആണ്, ജസ്റ്റ് ശ്രദ്ധിക്കുക, നിങ്ങളും ചെയ്തു നോക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഓക്കെ
സോ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നോക്കണ്ട, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് അപ്പൊ തന്നെ എഴുതാം. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് കേസിൽ നിങ്ങൾക്ക് മാക്സിമം മിക്കവാറും ചോദിക്കത്തുള്ളൂ കേട്ടോ. ഇനിയാണ് നമ്മൾ ഓരോ ലൈൻ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ഈ ലൈൻ സെലക്ട് ചെയ്യാം, ദിസ് ലൈൻ. ആ ലൈനിന്റെ ഇക്വേഷൻ എന്ത് വരും? ഞാനിപ്പോ പിങ്ക് മാർക്കിട്ടേക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്ത് വരും? ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് 0 0 എന്നുള്ള പോയിന്റ് ആണ്, ഇത് 3 3 എന്നുള്ള പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് ആ ലൈൻ. ദാറ്റ് മീൻസ് ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ് വൈന്റെ വാല്യൂ. എക്സ് ഈക്വൽ ടു വൈ ആണ് അവിടുത്തെ എന്താ പറയാ ഇക്വേഷൻ വരുന്നത്. ബിക്കോസ് ആ ലൈൻ എന്നുള്ളത് 0 0 1 1 2 2 3 3 അങ്ങനെ ഒരു ട്രെൻഡിലാണ് പോകുന്നത്. സോ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താണ് അത് തന്നെയായിരിക്കും അവിടുത്തെ വൈ കോർഡിനേറ്റ്. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ എഴുതി കൂടെ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 ആണ് നമ്മളിപ്പോ വരച്ചിരിക്കുന്ന പിങ്ക് ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതിന്റെ ഇനീക്വാളിറ്റി വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ ഇനീക്വാളിറ്റീസ്. ഇക്വാളിറ്റി കിട്ടിയാല് ഇനീക്വാളിറ്റി കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു റാൻഡം പോയിന്റ്, അപ്പൊ ഇതാണ് ലൈൻ എങ്കിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ആയിരിക്കും നമ്മുടെ ഇനീക്വാളിറ്റി വരുന്നത്. ഏത് പോർഷൻ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യേണ്ട കാര്യം. ലൈൻ വരച്ചു കഴിഞ്ഞ് സിമ്പിൾ ആണ്. ഇനി ടുവേർഡ്സ് ദി എന്താ പറയാ മേളിലേക്കാണോ താഴേക്കാണോ ആ ഒരൊറ്റ കാര്യം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിക്കാം, നോക്കാം. സോ ഇവിടെ ഏതെങ്കിലും റാൻഡം പോയിന്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇവിടുത്തെ 0 5 ഇട്ട് കൊടുക്കാം. ഓക്കെ 0 5 ഇട്ട് കൊടുക്കാം. 0 5 ഇട്ട് കൊടുക്കുമ്പോൾ 0 5 എന്നുള്ള പോയിന്റ് ഏകദേശം ഇവിടെ കിടക്കുന്ന പോയിന്റ് ആണ്, ഇതിവിടെ കിടക്കുന്ന പോയിന്റ് ആണ്. ഓക്കെ 0 5 ഇട്ട് കൊടുക്കുമ്പോൾ 0 മൈനസ് 5 ഇത് ലെസ് ദാൻ 0 അല്ലേ? അപ്പൊ ഇവിടുത്തെ ഇനീക്വാളിറ്റി വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. കാരണം ഈ ഒരു ഗ്രാഫില് ഇങ്ങോട്ടേക്കാണ്, മീൻസ് ഈ ഒരു സൈഡിലേക്കാണ് നമ്മുടെ ഗ്രാഫ് സൊല്യൂഷൻ വരുന്നത്. ബിക്കോസ് ഇവിടെയല്ലേ ഷെയ്ഡ് ചെയ്തേക്കുന്നത്, അപ്പൊ നമ്മുടെ ഗ്രാഫിന് ഇങ്ങോട്ടല്ല, പകരം ടുവേർഡ്സ് ദി അതർ സൈഡ്. ഓക്കെ ടുവേർഡ്സ് ദിസ് സൈഡ്, ഈ ഒരു ആരോ മാർക്കിന്റെ അങ്ങോട്ടാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ദാറ്റ് മീൻസ് യു ഹാവ് ടു ടേക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ സോ ദാറ്റ് മീൻസ് നമുക്ക് ഒരു ഇനീക്വാളിറ്റി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ഇനീക്വാളിറ്റി നമ്മൾ ഫിനിഷ് ആയി, ഒരു ഇനീക്വാളിറ്റി കഴിഞ്ഞു. സോ എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഒരു ഇനീക്വാളിറ്റി കിട്ടി. ഇനി ജസ്റ്റ് 2 ഇനീക്വാളിറ്റി കൂടെ കിട്ടിയാൽ നമ്മുടെ പരിപാടി തീർന്നു. ഓക്കെ ഇനി ആ 2 ഇനീക്വാളിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് പോവാം. അപ്പൊ ഇനി അടുത്ത ഏത് ലൈൻ വേണം? അടുത്ത ലൈൻ ഏത് സെലക്ട് ചെയ്യണം? ഈ ലൈൻ സെലക്ട് ചെയ്യാം, ദിസ് ലൈൻ സെലക്ട് ചെയ്യാം. ഇതാണ് ഞാനിപ്പോ ബ്ലൂ ലൈൻ വെച്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ലൈൻ വെച്ചിട്ട് നമുക്ക് അതിന്റെ അടുത്ത നെക്സ്റ്റ് ഇനീക്വാളിറ്റി. സോ വി ഹാവ് ഇതൊരു ഇനീക്വാളിറ്റി കിട്ടി, ഇതൊരു ഇനീക്വാളിറ്റി കിട്ടി. ഇനി നമുക്ക് 2 കൂടെ ഉണ്ട്, കാരണം 2 ലൈൻസും കൂടെ ഇല്ലേ, അതും കൂടെ സോൾവ് ചെയ്ത് പോയാൽ ദ പ്രോബ്ലം ഇസ് ഫിനിഷ്ഡ്. ഓക്കെ സോ ലെറ്റ്സ് ഗോ അഹെഡ്. ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന ബ്ലൂ ലൈനിന്റെ ഇനീക്വാളിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഇനീക്വാളിറ്റി കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് ഇനീക്വാളിറ്റിയിലേക്ക് പോയാൽ മതി. അപ്പം ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇത് നമുക്കറിയാം, ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് എഴുതാം. അതാണ് ഞാൻ ഇന്റർസെപ്റ്റ് പഠിപ്പിക്കാൻ തന്നെ കാരണം. ഇന്റർസെപ്റ്റിലേക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സിമ്പിളാ. അപ്പൊ ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? എക്സ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ എക്സ് ഇന്റർസെപ്റ്റ് എന്താ? 1. സോ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇന്റർസെപ്റ്റ് ആയ 1 പ്ലസ് വൈ ഡിവൈഡഡ് ബൈ ഇവിടെ വൈ ഇന്റർസെപ്റ്റ് വരണം. വൈ ഇന്റർസെപ്റ്റ് എന്താ ഇവിടുത്തെ? വൈ ഇന്റർസെപ്റ്റ് ഇസ് ഓൾസോ 1 അല്ലേ? So this is equal to 1. ഇതാണ് നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻ കിട്ടും, സിമ്പിൾ ആണ്. ഓക്കെ സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 വന്ന് ഇക്വേഷൻ കിട്ടി. ആ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇക്വേഷൻ അല്ല നമുക്ക് വേണ്ടത്, ഇനീക്വാളിറ്റി ആണ് വേണ്ടത്. അപ്പൊ ഇക്വേഷനിൽ നിന്ന് എങ്ങനെ ഇനീക്വാളിറ്റിയിലേക്ക് പോവാം? ജസ്റ്റ് ഏതെങ്കിലും പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്കറിയാം നമുക്ക് വേണ്ടത് ഈ പോർഷൻ ആണ് അല്ലെ, കാരണം ഇവിടെയാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. അപ്പൊ ആ പോർഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ഇനീക്വാളിറ്റി ഇട്ട് കൊടുക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വേണോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വേണോ? നിങ്ങൾ എന്താ പറയുന്നേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വേണോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വേണോ?
Okay, so x plus y equal to 1. Greater than or equal to 1 വേണോ, ലെസ് than or equal to 1 വേണോ? അപ്പൊ ഇതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാ? ഒറിജിൻ ഇട്ട് മീൻസ് നമുക്ക് വേണ്ടത് ഈ പോർഷൻ അല്ലേ, ഈ പോർഷൻ അല്ലേ, ഒറിജിൻ അല്ലാത്ത പോർഷൻ അല്ലേ? ഓക്കെ, പറയൂ പറയൂ, നിങ്ങൾ പറയൂ, എന്തിട്ട് കൊടുക്കണം? നമുക്ക് വേണ്ടത് ടോപ്പ് പോർഷൻ ആണ് അല്ലേ, നമുക്ക് വേണ്ടത് ടോപ്പ് പോർഷൻ അല്ലേ? ടോപ്പ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കേസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ടോപ്പ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഇതായിരിക്കും ഇവിടുത്തെ സൊല്യൂഷൻ. നമുക്ക് വേണ്ടത് ഇങ്ങോട്ടല്ല, പകരം ഇങ്ങോട്ടാണ്. സോ മേളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ വി നീഡ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, താഴോട്ടായിരുന്നെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, മേളിലേക്കാണ് വേണ്ടത്. ഇനി അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഇനീക്വാളിറ്റി സെറ്റ് ആയി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരൊറ്റ ഇനീക്വാളിറ്റി കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി തീർന്നു. അതും കൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ആ ലാസ്റ്റ് ഇനീക്വാളിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് ആ ലാസ്റ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ലാസ്റ്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ലൈൻ ഞാൻ പറഞ്ഞ് ഇന്റർസെപ്റ്റ് ഫോം ആണ്, സിമ്പിൾ ആണ്. ഓക്കെ, ഈ ഒരൊറ്റ ലൈനിന്റെയും കൂടെ ഇക്വേഷൻ കണ്ടുപിടിച്ച നമ്മുടെ സംഭവം കഴിഞ്ഞ്, സെഷൻ വരെ കഴിഞ്ഞ്. ഓക്കെ, സോ ഇത് നമുക്ക് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് എഴുതാം. സോ എക്സ് ബൈ 10 പ്ലസ് വൈ ബൈ 5 ഈക്വൽ ടു 1 ആയിരിക്കും ഈ ലൈനിന്റെ ഇന്റർസെപ്റ്റ് ഫോം. ഡു യു ഗൈസ് എഗ്രി? ഡു യു ഗൈസ് എഗ്രി? ഡു യു ഗൈസ് എഗ്രി? ഓക്കെ ആണോ നിങ്ങൾക്ക്? ഈസിയാണ്, മുഹമ്മദ് സഹലിനല്ല, ഈസിയാണ്. ഓക്കെ, സോ ഇവിടെ എക്സ് ബൈ 10 പ്ലസ് വൈ ബൈ 5 ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ത്രൂ ഔട്ട് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ത്രൂ ഔട്ട് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സാധാ ഇക്വേഷൻ, ഒരു ലീനിയർ ഇക്വേഷന്റെ ഫോമിലാക്കി മാറ്റാം. സോ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ സെറ്റായി. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനീക്വാളിറ്റിയിലേക്ക് നോക്കാം. ഇനീക്വാളിറ്റി ഇവിടെ നമുക്ക് താഴോട്ടാണ് വരുന്നത് അല്ലേ? ഇവിടെയാണ്, ആ ലൈനിന്റെ താഴോട്ടാണ് നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. അപ്പൊ താഴോട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ കേസസ് ഇറ്റ് വിൽ ബി ലൈക്ക് യു ഹാവ് ടു പുട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാൻ ഇഫ് ഇറ്റ് വാസ് അബവ്. ഷെയ്ഡഡ് പോർഷൻ ലൈനിന്റെ മുകളിലായിരുന്നെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഇടണം, താഴെയാണെങ്കിൽ ലെസ് ഇടണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി അതർ സൈഡ് ഇടണം. അപ്പോൾ ഇവിടത്തെ ഇനീക്വാളിറ്റി എന്ത് കിട്ടി? എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാ ഇനീക്വാളിറ്റിയും നമ്മൾ കിട്ടിക്കഴിഞ്ഞ്, ഇതും കിട്ടി, ഇതും കിട്ടി, ഇതും കിട്ടി, അവസാനമായി ഇതും കിട്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ്. യെസ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. യെസ്, വെരി ഗുഡ് സാന്ദ്ര, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ലീനിയർ ഇനീക്വാളിറ്റീസ് എന്നുള്ളൂ. അതായത് ഗ്രാഫിക്കൽ സൊല്യൂഷൻ എന്നുള്ള ഒരു ടോപ്പിക് മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒരു 3-4 ക്വസ്റ്റ്യൻ എങ്കിലും വരച്ച് സെറ്റ് ആക്കിയിട്ട് വേണേ പോവാൻ. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ ലൈവ് തീരാണ്. സോ ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ സൊല്യൂഷൻ. ഇത് നമ്മൾ ഇങ്ങനെ വരക്കുമ്പോഴത്തേക്കും ഇതാണ് ഗ്രാഫിക്കൽ സൊല്യൂഷൻ വരുന്നത്. യു ഗൈസ് ജസ്റ്റ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ ഇനീക്വാളിറ്റീസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ. ഇനീക്വാളിറ്റി എഴുതി ആൻസർ ക്ലോസ് ചെയ്യാം. സോ അവസാനമായിട്ട് ഇനീക്വാളിറ്റീസ് എടുത്ത് എഴുതിക്കോ. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കിട്ടി. പിന്നെ എന്തൊക്കെ കിട്ടി നമുക്ക്? എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കിട്ടി. ഓക്കെ, അത്രയും കിട്ടി. കഴിഞ്ഞില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോ. കഴിഞ്ഞില്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ പോർഷൻസ്. കോംപ്ലക്സ് നമ്പേഴ്സും ലീനിയർ ഇനീക്വാളിറ്റീസും വളരെ സിമ്പിൾ ആണ്. ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്സ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് അത് മാത്രം പഠിച്ച് പോയാൽ മതി എക്സാമിന്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഓക്കെ ആണ് മാം. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിക്കുക. എക്സാം ചെയ്തെന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചിരിക്കരുത്. എല്ലാവരും ഈ ഒരു ഡ്യൂറേഷനും കൂടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിന് കാണാം. ബൈ ബൈ.